ടു രജൻസ്. നമ്മുടെ ഇന്നത്തെ കുർത്തി വീഡിയോയിൽ ഞാൻ ഇട്ടേക്കുന്ന മോഡലാട്ടോ. ഇത് അൻവിതയുടെ ഐറ്റമാണ്, കോട്ടൺ ഫാബ്രിക് ആണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ അറിയൂല. താഴത്തോട്ട് നോക്കി പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്ലിറ്റ് ഇല്ലാത്ത പാറ്റേൺ പോലെയാണ് തോന്നിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പ്ലീറ്റഡ് ടൈപ്പ് പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ വീനെക്കാണ്. സ്റ്റിച്ചിങ് ഒരു രക്ഷയില്ല, നമുക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ അത്രയും കംഫർട്ടബിൾ. നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാകുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചില ഐറ്റംസ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, കാണുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നിക്കുന്ന അങ്ങനത്തെ കൂടുതലും അൻവിത ഐറ്റംസ് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ആ കളറിൻ്റെ ഒരു എടുപ്പും കൂടെ ഉണ്ട്. ലൈറ്റ് ഒരു പിങ്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഇടുമ്പോഴത്തേനും മുഖത്തിന് കുറച്ച് നിറക്കൂടുതൽ തോന്നിക്കുന്ന രീതിയിൽ ഇടാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അൻവിത ആകുമ്പോഴത്തേനും അതിൻ്റെതായ ഒരു ലുക്കിലേ ചെയ്യുള്ളൂ. അങ്ങ് ഭയങ്കരമായിട്ട് ഓവർ കളറോ കോമ്പിനേഷൻ അങ്ങനെയായിട്ടില്ല. പിങ്ക് തന്നെയാണെങ്കിലും നല്ല കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. പ്രിന്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നെക്ക് പാറ്റേൺ കാണാനാണേലും നെക്ക് കറക്റ്റാണ്. ചിലത് വരുമ്പോഴത്തേനും ചില വീനെക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി താന്ന് നിൽക്കും, അല്ലെ ഇച്ചിരി കയറിപ്പോവും. അപ്പോൾ ഈ അൻവിത ആകുമ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട, കറക്റ്റ് ആയിരിക്കും. ഒരുപാട് ഡീപ്പും അല്ല, കറക്റ്റായിട്ട് നിൽക്കുന്ന സൈസ് വീനെക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഭയങ്കര കട്ടിയുള്ള സൈസ് കോട്ടൺ അല്ല. അൻവിത നോർമലി ലൈനിങ് ഇട്ടല്ല തയ്ക്കുന്നത്, ഒന്നിനും ലൈനിങ് വരാറില്ല. അപ്പോൾ ഇത് വേണം എന്നുള്ളവർക്ക് അകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഷിമ്മി പോലെ വലിയ ഇടാം. ഞാനിപ്പം ഇട്ടിട്ടില്ല, അങ്ങനെ വലിയ ട്രാൻസ്പെറൻ്റ് ഒന്നും പറയാനില്ല. അങ്ങനെ വേണ്ടവർക്ക്, നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നോർമലി അൻവിത വരുന്ന എല്ലാം തന്നെ ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ പീസ് വെച്ചാൽ ഒന്നെങ്കിൽ പ്രിൻസസ് കട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പാനൽ ആ ഒരു പീസസ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെതായ ഒരു നമുക്കൊരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. പിന്നെ ഇതിൻ്റെ സ്ലിറ്റ് ആണെങ്കിലും ഇവിടെ കൊണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. സ്ലിറ്റ് താഴെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെയും താഴെയാണ് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നോർമൽ സ്ലിറ്റഡ് ആണെങ്കിലും നമുക്ക് അൻവിതയിൽ കറക്റ്റ് ആയിട്ടാണ് ഫിറ്റിങ്സ് പോകുന്നത്. പിന്നെ വൺ സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഏകദേശം പാറ്റേൺ. സെയിം സൈസ് എടുത്താൽ മതി. മീഡിയം ഉപയോഗിക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് V675, റേറ്റ് 980 രൂപ മാത്രമേ ഉള്ളൂ. 980.